സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയരെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. നെഹമ്യാവിൻ്റെ പുസ്തകം അധ്യായം 8, 10 തിരുവചനം. ഈ ദിവസം നമ്മുടെ കർത്താവിന് വിശുദ്ധമാവുന്നു. നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയെങ്കിലെ സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ എന്ന് പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട നെഹമ്യാവിൻ്റെ പുസ്തകം 8 അധ്യായത്തിൽ പ്രവാസത്തിൽ നിന്ന് തിരിച്ചു വന്ന ഇസ്രായേൽ ജനം യെരുശലേമിൻ്റെ മതിലുകളെ പണിതിട്ട് സന്തോഷിക്കുന്നതാണ് നാം കാണുന്നത്. ഇവിടെ അവരുടെ സന്തോഷത്തിൻ്റെ കാരണം നാം കാണുകയാണ്. ഏകദേശം 430 വർഷം അടിമത്തത്തിലായിരുന്ന ജനം, ഈ ഇസ്രായേൽ ജനം ദൈവത്തിൻ്റെ കൃപയാൽ മോശ വഴി അടിമത്തത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കുകയാണ്. തുടർന്ന് അവർക്ക് ദൈവം നൽകിയ വാഗ്ദത്ത ദേശത്തിൽ അവർ ദൈവാലയം പണിയുകയാണ്. അവിടെ ദൈവത്തെ ആരാധിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അവർ ദൈവവചനം വിട്ട് ദൈവത്തെ വിട്ട് ജീവിച്ചതിൻ്റെ അനന്തരഫലമായി അവർ പല ദേശങ്ങളിലേക്ക് പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നു. അവരുടെ പാപത്തിൻ്റെ അനന്തരഫലമായിരുന്നു അവർക്ക് ദൈവം നൽകിയ വാഗ്ദത്ത ദേശം വിട്ട് പ്രവാസത്തിലേക്ക് പല ദേശങ്ങളിലേക്ക് ചിതറിപ്പോകാനിടയായത്. എന്നാൽ അവർ ചിതറിപ്പാർത്ത ഇടങ്ങളിലായിരുന്നുകൊണ്ട് അവർ ദൈവത്തോട് കരഞ്ഞു, ദൈവത്തോട് നിലവിളിച്ചു, ദൈവത്തോട് പ്രാർത്ഥിച്ചു. അവരുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് അവർ പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവരെ ഓർത്തു, ദൈവം അവരെ സന്ദർശിച്ചു, ദൈവം അവരെ രക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്തു. അവരെ പ്രവാസത്തിൽ നിന്ന് തിരിച്ച് ഇസ്രായേലിലേക്ക്, യെരുശലേമിലേക്ക് തിരിച്ചു വരുത്തി. തുടർന്ന് അവർ ദൈവാലയം പണിതു, ദൈവാലയത്തിൻ്റെ മതിൽ പണിതു. പ്രത്യേകിച്ച് നെഹമ്യാവിൻ്റെ പുസ്തകം 8 അധ്യായത്തിൽ മതിൽ പണിക്ക് ശേഷം അവർ ദൈവത്തിൻ്റെ ന്യായപ്രമാണം എസ്രാ ശാസ്ത്രി അവർക്ക് വായിച്ച് കേൾപ്പിക്കുന്നതാണ് നാം കാണുന്നത്. നെഹമ്യാവിൻ്റെയും അതുപോലെ എസ്രാ ശാസ്ത്രിയുടെയും നേതൃത്വം അവർക്ക് വളരെ അനുഗ്രഹകരമായിരുന്നു. അതുകൊണ്ടാണ് വെറും 52 ദിവസം കൊണ്ട് വളരെ പ്രതികൂലങ്ങളും വളരെ ശത്രുക്കളും ഉണ്ടായിരുന്നിട്ടും യെരുശലേമിൻ്റെ മതിൽ പണിത് പൂർത്തീകരിക്കുവാനിടയായത്. ശേഷം എസ്രാ ശാസ്ത്രി ദൈവത്തിൻ്റെ ന്യായപ്രമാണം, ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ഇസ്രായേൽ ജനത്തെ വാതിലിൻ്റെ അരികത്ത് കൂട്ടിവരുത്തി, ഒരു വിശാല സ്ഥലത്ത് കൂട്ടിവരുത്തി വായിച്ച് കേൾപ്പിക്കുകയാണ്. വചനം കേട്ടപ്പോൾ പലരും കരയുകയാണ്, കണ്ണുനീരൊഴുക്കുകയാണ്. ഇതിലെഴുതിയിരിക്കുന്ന ന്യായപ്രമാണപ്രകാരം നടക്കുവാൻ അവർക്ക് കഴിഞ്ഞില്ലല്ലോ, അവർക്ക് വീഴ്ച പറ്റിയല്ലോ, അതിൻ്റെ അനന്തരഫലമാണല്ലോ ഞങ്ങൾ പ്രവാസത്തിലേക്ക് പോകേണ്ടി വന്നതെന്നെല്ലാം അവർ ഓർത്താണ് കരയുവാനിടയായത്. അവരുടെ നിലവിളിയും കരച്ചിലും കണ്ട എസ്രാ ശാസ്ത്രിയും നെഹമ്യാവും അവരോട് പറയുന്ന പ്രബോധനമാണ് നെഹമ്യാവ് 8:10 നാം വായിച്ചു കേട്ടത്. ഈ ദിവസം നമ്മുടെ കർത്താവിന് പരിശുദ്ധമാകുന്നു. നിങ്ങൾ ദുഃഖിക്കരുത്, യഹോവയെങ്കിലെ അഥവാ കർത്താവിങ്കലെ ദൈവസന്നിധിയിലുള്ള സന്തോഷം നിങ്ങളുടെ ബലമാകുന്നുവല്ലോ എന്നാണ് അവർ പറഞ്ഞ് ഇസ്രായേൽ ജനത്തെ ധൈര്യപ്പെടുത്തുന്നത്. ഇന്നത്തെ തിരുവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന സന്ദേശം, നാം പാപം ചെയ്യുമ്പോൾ അതിൻ്റെ അനന്തരഫലം അനുഭവിക്കേണ്ടി വരുന്നു. എന്നാൽ
ആ സമയത്തും നാം കർത്താവിനോട് നിലവിളിക്കുമ്പോൾ കർത്താവ് വീണ്ടും നമ്മെ യഥാസ്ഥാനപ്പെടുത്തുന്നു എന്നുള്ളതാണ്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം കേട്ട ഇസ്രായേൽ ജനം അനുദപിക്കുവാനും പ്രാർത്ഥിക്കുവാനും യഥാസ്ഥാനപ്പെടുവാനും തയ്യാറാവുകയാണ്. ഇവിടെ കുറിവാക്യത്തിലൂടെ പരിശുദ്ധാത്മാവ് നൽകുന്ന വചനം കർത്താവിങ്കലെ സന്തോഷം നമ്മുടെ ബലം എന്നുള്ളതാണ്. അതെ, കർത്താവിങ്കലെ സന്തോഷമെന്നാൽ പ്രാർത്ഥനയിലൂടെ, ആരാധനയിലൂടെ, ദൈവാലയത്തിലൂടെ നമുക്ക് ലഭിക്കുന്ന ശുശ്രൂഷകളിലൂടെ ലഭിക്കുന്ന സന്തോഷം, ആരാധനയിലൂടെ ലഭിക്കുന്ന സന്തോഷം, അത് നമ്മുടെ ബലമാണ് മുന്നോട്ടുള്ള ജീവിത പ്രയാണത്തിന്. ആമേൻ. സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. നാഥാ നീ കൈക്കൊള്ളണേ, എന്നെ നീ കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. നാഥാ നീ കൈക്കൊള്ളണേ, പൂർണ്ണമായി കൈക്കൊള്ളണേ, യാഗമായി കൈക്കൊള്ളണേ. നാഥാ സമർപ്പിക്കുന്നു, എന്നെ സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. നാഥാ നീ മാറ്റേണമേ, എന്നെ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ. നാഥാ നീ മാറ്റേണമേ, പൂർണ്ണമായി മാറ്റേണമേ, അങ്ങേതായി മാറ്റേണമേ. നാഥാ സമർപ്പിക്കുന്നു, എന്നെ
സമർപ്പിക്കുന്നു, പൂർണ്ണമായർപ്പിക്കുന്നു, കാഴ്ചയായർപ്പിക്കുന്നു. നാഥാ സമർപ്പിക്കുന്നു.